സംസ്ഥാനത്തെ ഹോട്ടലുകൾ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ ഓരോ ദിവസവും പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസിന് അടിക്കടി ഉണ്ടാകുന്ന വിലവർധനവ് ഒരു വശത്ത്, അതോടൊപ്പം പാൽ ഉൾപ്പെടെയുള്ള മറ്റുൽപ്പന്നങ്ങളുടെ വിലയും കൂടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പം നിറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് വന്നത് ഇപ്പം കടം വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യുന്ന സംവിധാനം. പിന്നെ പണിക്കാരെ കുറയ്ക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്ന ആൾക്കാർ. സ്റ്റാഫിനോട് വരണ്ടെന്ന് പറയാൻ പറ്റൂല. എന്താ വെച്ചാൽ 1000 റുപ്യ ഇപ്പോൾ ഗ്യാസിന് കൂടി, അതുപോലെ പാലിന് കൂടി, നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിവസം ചെല്ലുന്തോറും വില കൂടിക്കൊണ്ടിരിക്കുക. അതുമനുസരിച്ച് നമുക്ക് കടക്കാർക്ക് വില കൂട്ടാൻ പറ്റൂല. സാധാരണക്കാർ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ ഓരോ ദിവസം എന്തോറും ഇങ്ങനെ വില കൂട്ടുന്നത് ചോദിച്ചാൽ നമുക്കൊരു മറുപടിയും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഭയങ്കര സാമ്പത്തികമായിട്ട് ഇപ്പോൾ സീസൺ കഴിഞ്ഞു, മഴയാണ്, പൊതുവേ കച്ചവടം ഒറ്റ അബദ്ധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റു ടൂറിസ്റ്റുകളും മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസണിൻ്റെ കച്ചവടം കഴിഞ്ഞു. ഇനിയിപ്പോൾ മഴയാണ്, എല്ലാ സാധനങ്ങൾക്കും വില കൂടി. വിറകല്ലേ കുറേ ഉപയോഗിക്കുന്നത്? വിറകിന് ഗ്യാസിനെക്കാട്ടും വിലയായി. ആർക്കും വിറക് വേണ്ടിയില്ലായിരുന്നു. ഗ്യാസിന് വില കൂടിയാൽ ആൾക്കാർ വിറക് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ വിറകിന് 1500 കൊടുക്കേണ്ട വിറകിന് 3500 കൊടുക്കണം ഒരട്ടി വിറക് കിട്ടണമെങ്കിൽ. അത് 5 ദിവസം കത്തിക്കാൻ കിട്ടും ഈ ഗ്യാസ് കത്തിക്കുമ്പോൾ തന്നെ. അത്ര തന്നെ. ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും എല്ലാം ഡീസലിനൊക്കെ വില കൂടിയതിനെ കൊണ്ട് പച്ചക്കറിക്ക് എല്ലാത്തിനും വില കൂടി. ഒരു സാധനത്തില്ല, മനുഷ്യന് മാത്രം ഒരു വിലയില്ല. മറ്റെല്ലാ സാധനങ്ങൾക്കും വില കൂടി. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയനാടിനെ സംബന്ധിച്ചോളം ഒരു മഴ ചാറിയാൽ ഇനി ഒരൊറ്റ കുട്ടിയും വയനാട്ടിലായിട്ട് കയറിയില്ല. ഈ വയനാട്ടിൽ ഈ ഇട്ടാവട്ടത്തിലുള്ള കച്ചവടം മാത്രമേ ഉള്ളൂ. വലിയ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഹോട്ടൽ ഉടമകളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും പറയുന്നത്. കാരണം സീസൺ കൂടി അവസാനിക്കുകയാണ്. ഇനി കച്ചവടം കുറയും, അതോടൊപ്പം വില ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.